ഞാനിപ്പോ എല്ലായിടത്തും ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തൊക്കെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഒരു വണ്ടിയെ കയറി എടുക്കാതെ ഓടിക്കാൻ പറ്റും. അപ്പൊ എന്തെല്ലാം ചെയ്തിട്ട് എടുക്കണമെന്നാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞേക്കുന്നത്. ആദ്യമേ കയറി മിറർ റെഡിയാക്കണം, പിന്നെ ബെൽറ്റ് ഇടണം, പിന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റണം, പിന്നെ ഫസ്റ്റ് ഇട്ട് മുന്നോട്ട് എടുക്കുക. അങ്ങനെ ചെയ്യാനാ പറഞ്ഞല്ലേ? ഈ സ്ഥലത്തിന് വരുന്നത് ഞാറക്കൽ പെരുമ്പള്ളി. ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞല്ലേ? നിങ്ങളെയും ഇതുപോലൊക്കെയാണോ പഠിപ്പിച്ചത്? ആദ്യമേ കയറി ഇരുന്ന് മിറർ സെറ്റ് ചെയ്യുക, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക, പിന്നെ വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്യാതെ ഗിയർ ഇടുക, ഹാൻഡ് ബ്രേക്ക് മാറ്റുക, വണ്ടിയെ പോവുക, ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെയും പഠിപ്പിച്ചത്? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വാഹനത്തിൽ പോലും കയറി ഇരുന്ന് സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് പോലും ആ വണ്ടിയെ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാത്തത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ ട്രെയിൻ ചെയ്ത് ഇതുപോലെ തിരക്കുള്ള സമയത്ത് ഇതുപോലെ തിരക്കുകളിലൂടെ റോഡിലൂടെ എന്ത് ചെയ്യുന്നത്, വാഹനം ഓടിപ്പിക്കും. നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജില്ല ഏതാണ്ട് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, 1-2 പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടാ നിർത്തിക്കുന്നത്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വിടുന്നുണ്ട്. ഇന്നോട്ട് പേടിച്ചിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ല രൂപ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം മാധ്യമം പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.